എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ഫുഡ് ഫോർ മൈ വൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വെള്ളക്കടല കുതിർത്ത് ഒരു വടയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല രുചിയും എല്ലാം ഉള്ളതാണ്. നമ്മളെ റേഷൻ കടയിൽ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ കടല തന്നെ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവർ എപ്പോഴും പറയുന്ന പോലെ ആ ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബിലൊന്ന് അമർത്തി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ പാചകകല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വെള്ളക്കടല കൊണ്ട് ഒരു വടയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയ അതേ കടലയാണ്. അപ്പം നിങ്ങൾ പാഴായി കളയരുത്. ഈ രീതിയിലും വട ഉണ്ടാക്കാം. നല്ലപോലെ കഴുകി കുതിർത്ത് ഒരു 3-4 മണിക്കൂർ ഇരിക്കുമ്പം നമുക്ക് വൈകിട്ട് വട ഉണ്ടാക്കാം. അത് നമ്മളെ കടല റെഡിയായിരിക്കുകയാണ്. കണ്ടില്ലേ, എൻ്റെ തൊലിയെല്ലാം പോയി ഒന്ന് ചടിയാൽ മതി. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി വെള്ളമെല്ലാം പോയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയൊന്ന് നോക്കാം. അപ്പോൾ അരച്ച് കഴിഞ്ഞ് ഇത്രയും അരച്ചു കഴിഞ്ഞു. ഇത് ലാസ്റ്റുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടി നമുക്ക് 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതുകൂടെ ഇടാം. 2 അല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇടാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, പേരിന് വേണ്ടി കുരുമുളക് പൊടി, അല്പം പെരുംജീരകം. നിങ്ങളുടെ സ്വാദനുസരിച്ച് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. ഞാൻ അവിടെ ചേർക്കുന്നു. അത് ഓപ്ഷനാണ്. രുചിക്കനുസരിച്ച് ഉപ്പ് ഇത്ര എടുക്കുന്നുള്ളേ. അപ്പം നമുക്കിതിനെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അരച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ നമ്മൾ കടല ഇട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 7-8 മണിക്കൂറെങ്കിലും എടുക്കും. എങ്കിലേ നല്ല രീതിയിലാവും. നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മളെ വെള്ളക്കടലയിലെ വട. കറിവേപ്പില അരിഞ്ഞെടുക്കും. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്കിത് നല്ലതും കൂടെ കൈ കൊണ്ട് തന്നെ കുഴക്കും. ഇത് 1 കപ്പ് കടലയാണ്. ഒരു 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് പോത്ത് തൊലിയൊക്കെ കളഞ്ഞ് അരച്ചെടുക്കും. വെള്ളമൊന്നും ചേർക്കാൻ അരച്ചത്. അത് നല്ലപോലെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വടയുടെ ഷേപ്പ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് നോക്കാം. ചെറിയ
ഇങ്ങനെ ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം കൂട്ടിയെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കാം.